ബിസിനസ് നെക്സ്റ്റിലേക്ക് സ്വാഗതം. അടുത്തയാഴ്ച സാമ്പത്തിക മേഖലയിൽ എന്ത് സംഭവിക്കും? ഗൂഗിളിനെ പിടിച്ചുകെട്ടാനാകുമോ? പാപ്പരായ അനിൽ അംബാനി തിരിച്ചുവരവ് അതിഗംഭീരമാകുമോ? മാർക്കറ്റിൽ ഉൽപ്പന്ന വിലയുടെ കയറ്റിറക്കങ്ങൾ എങ്ങനെ? വിപണിയിലെത്തുന്ന പുതിയ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെ? കാണാം ബിസിനസ് നെക്സ്റ്റ്. ഗൂഗിളിനെ പിടിച്ചുകെട്ടാൻ കച്ചകെട്ടിയിരിക്കുകയാണ് US. ആൻഡ്രോയിഡും ക്രോമും വിൽക്കാനുള്ള നീക്കമുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ടെക്നോളജി വമ്പന്മാരെ പിടിച്ചുകെട്ടാനുള്ള അമേരിക്കൻ സർക്കാരിന്റെ ശ്രമങ്ങൾക്ക് ആക്കം കൂട്ടിയിരിക്കുകയാണ് കൊളംബിയയിലെ ഡിസ്ട്രിക്ട് കോടതി. സെർച്ച് എഞ്ചിൻ കുത്തക നിലനിർത്തുന്നതിനായി അമേരിക്കൻ ആന്റി ട്രസ്റ്റ് നിയമം ലംഘിച്ചെന്നാണ് കണ്ടെത്തൽ. അമേരിക്കയുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസിന്റെ നടപടികൾ യാഥാർത്ഥ്യമായാൽ ഗൂഗിളിന്റെ ആൻഡ്രോയിഡ് ക്രോം ബിസിനസ്സുകൾ പൂട്ടിക്കെട്ടേണ്ടി വന്നേക്കും. അവിടം കൊണ്ടും തീർന്നില്ല. ടെക്സ്റ്റ് പരസ്യങ്ങൾക്കുള്ള പ്ലാറ്റ്ഫോമും വിൽക്കാനുള്ള ആവശ്യവും ഗൂഗിളിന് മുമ്പിൽ വയ്ക്കാനുള്ള സാധ്യതയും വിലയിരുത്തുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഗൂഗിളിന്റെ പ്രധാന വരുമാന സ്രോതസ്സുകൾക്കെല്ലാം കത്തിവയ്ക്കുമെന്ന് സാരം. കാര്യങ്ങൾ ഇത്രയും കടുപ്പത്തിലെത്തിയില്ലെങ്കിൽ ഡേറ്റ പങ്കുവയ്ക്കാൻ മറ്റൊരു നിർദ്ദേശമാകും സർക്കാർ ഗൂഗിളിന് മുമ്പിൽ വയ്ക്കുക. ഡിഫോൾട്ട് സെർച്ച് എഞ്ചിൻ ആകുന്നതിന് ഗൂഗിൾ ഏർപ്പെട്ട കരാറുകൾ റദ്ദാക്കാനും സാധ്യതയുണ്ട്. ചില്ലറ കേസൊന്നുമല്ല ഗൂഗിളിനെതിരെ അമേരിക്കയിൽ നടന്നു വരുന്നത്. ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായിരുന്ന കാലത്തെ കേസിലാണ് കഴിഞ്ഞ ദിവസം കൊളംബിയ കോടതിയുടെ വിധി വന്നത്. ഗൂഗിൾ കുത്തക അവസാനിപ്പിക്കാനായി ഇന്റർനെറ്റ് സെർച്ചിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായേക്കുമെന്നാണ് സൂചന. ചുരുക്കി പറഞ്ഞാൽ ഗൂഗിളിന്റെ ഭാവി അത്ര സുഖകരമല്ലെന്നതാണ് സത്യം. അനിൽ അംബാനി മടങ്ങി വരുന്നു. റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ പുതിയ മേഖലകളിലേക്ക് റിലയൻസ് ജയ് പ്രോപ്പർട്ടീസ് എന്ന പുതിയ കമ്പനി ആരംഭിച്ചു. കമ്പനിയുടെ പ്രധാന ലക്ഷ്യം റിയൽ എസ്റ്റേറ്റ് രംഗത്ത് നേട്ടങ്ങൾ കൊയ്യുക എന്നതാണ്. വർഷങ്ങൾക്ക് മുമ്പ് വിദേശ കോടതിയിൽ തന്റെ പാപ്പരത്വം പ്രഖ്യാപിച്ച മുകേഷ് അംബാനിയുടെ സഹോദരൻ നടത്തുന്ന നീക്കങ്ങൾ ശ്രദ്ധേയമാണ്. പുതിയ സംരംഭം വഴി അനിൽ അംബാനിയുടെ റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്ക് ചുവടുവെക്കുകയാണ്. മോദി സർക്കാർ പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ പദ്ധതി പ്രഖ്യാപിച്ചതിന് തൊട്ടുപിന്നാലെയാണ് അനിലിന്റെ കമ്പനി രൂപീകരിച്ചിരിക്കുന്നത്. PMAY സ്കീം നടപ്പിലാക്കുന്നതിലൂടെ ഇടത്തരം ഭവന നിർമ്മാണ മേഖലയിൽ വൻ കുതിപ്പുണ്ടാകും. ഈ വളർച്ച മുന്നിൽ കണ്ടാണ് അനിലിന്റെ നീക്കമെന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ 12-ന് റിലയൻസ് ജയ് പ്രോപ്പർട്ടീസ് ഔദ്യോഗികമായി സംയോജിപ്പിച്ചു. കമ്പനി വരും ദിവസങ്ങളിൽ ബിസിനസ്സിൽ സജീവമാകുമെന്നാണ് കണക്കുകൂട്ടൽ. 1 ലക്ഷം രൂപ മൂലധനത്തിലാണ് കമ്പനിയുടെ തുടക്കം. 10 രൂപ മുഖവിലയുള്ള 10,000 ഓഹരികളാണുള്ളത്. വളർന്നുവരുന്ന റിയൽ എസ്റ്റേറ്റ് വിപണിയിൽ തന്റെ കമ്പനിയുടെ സ്ഥാനം ഉറപ്പിക്കുന്നതിനുള്ള അനിൽ അംബാനിയുടെ ധീരമായ ചുവടുവെപ്പിനെയാണ് പുതിയ സ്ഥാപനം സൂചിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി ആവാസ് യോജന 2.0യുമായി യോജിപ്പിക്കുന്ന പുതിയ പ്രോപ്പർട്ടികൾ ഏറ്റെടുക്കുന്നതിനും വിൽക്കുന്നതിനും പാട്ടത്തിനെടുക്കുന്നതിനും വികസിപ്പിക്കുന്നതിനും റിലയൻസ് ജയ് പ്രോപ്പർട്ടീസ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. നഗരങ്ങളിലെ ദരിദ്രർക്കും ഇടത്തരം കുടുംബങ്ങൾക്കും താങ്ങാവുന്ന നിലയിൽ വീട് നൽകുക എന്നതാണ് ഈ സർക്കാർ പദ്ധതിയുടെ ലക്ഷ്യം. 2022 ജൂൺ പാദത്തിന് ശേഷം തുടർച്ചയായ 8ാം പാദത്തിലും അനിലിന്റെ റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ നഷ്ടം രേഖപ്പെടുത്തി. കഴിഞ്ഞ വർഷം മാർച്ച് പാദത്തിൽ 2484 കോടി രൂപയുടെ നഷ്ടമായിരുന്നു റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചറിനുണ്ടായിരുന്നത്. ഇത് കേവലം 93 കോടി രൂപയിലേക്ക് കുറയ്ക്കാനായത് ശുഭസൂചനയായിട്ടാണ് ബിസിനസ് ലോകം കാണുന്നത്. ചിങ്ങത്തിൽ തിളങ്ങി നിൽക്കുകയാണ് സ്വർണം. ആഗോള വിപണിയിൽ മിന്നും താരമായ പൊന്ന് ഫെഡ് റിസർവിന്റെ പലിശ നിരക്കിനായി കാത്തിരിക്കുകയാണ്. വാരാന്ത്യത്തിൽ പവൻ 51,560 രൂപയിൽ നിന്നും 53,360 രൂപയിലേക്ക് ഉയർന്നു. അന്താരാഷ്ട്ര വിപണിയുടെ ചുവട് പിടിച്ച് കേരളത്തിൽ ഒറ്റ ദിവസം ഗ്രാമിന് 105 രൂപ വർദ്ധിച്ച് 66,070 രൂപയായി. ബജറ്റിൽ സ്വർണത്തിന്റെ ഇറക്കുമതി ചുങ്കം കുറച്ച ശേഷമുള്ള ഏറ്റവും വലിയ മുന്നേറ്റമാണിത്. ന്യൂയോർക്കിൽ സ്വർണ്ണവില ട്രോയ് ഔൺസിന് $2,430 നിന്നും 2,512 വരെ ഉയർന്ന് പുതിയ റെക്കോർഡ് സ്ഥാപിച്ചിരിക്കുകയാണ്. ഡോളറിന് നേരിട്ട മൂല്യതകർച്ച ഫണ്ടുകളെ സ്വർണത്തിലേക്ക് അടുപ്പിച്ചിട്ടുണ്ട്. കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് അടുത്ത മാസം അടിസ്ഥാന പലിശ നിരക്ക് കുറച്ചേക്കുമെന്ന വിലയിരുത്തലുകളാണ് സ്വർണ്ണവിലയിൽ കുതിപ്പുണ്ടാക്കുന്നത്. കാർഷിക വിപണിയിൽ അടുത്ത വാരം ഓണത്തെ വരവേൽക്കാൻ കേരളത്തിലെ 35 ലക്ഷം വരുന്ന നാളികേര കർഷകർ.
റബ്ബറിനും ഏലത്തിനും വരും ആഴ്ച അത്ര മെച്ചമല്ല. വിദേശ കുരുമുളകിന്റെ ആധിപത്യത്തിന്റെ ഭീഷണി തുടരുകയാണ്. സംസ്ഥാനത്ത് വെളിച്ചെണ്ണ വിൽപ്പന ഏറ്റവും ഉയരുന്ന സന്ദർഭമാണിത്. അതുകൊണ്ട് തന്നെ പച്ചത്തേങ്ങയ്ക്കും കൊപ്രയ്ക്കും വിപണിയിൽ ആവശ്യം വർദ്ധിക്കും. കൊപ്രവില 10,000 രൂപയെ ചുറ്റിപ്പറ്റി നിലകൊള്ളാൻ തുടങ്ങിയിട്ട് ആഴ്ചകൾ പലതായി. അയൽ സംസ്ഥാനങ്ങളിലെ ഉൽപ്പാദകരും ഈ അവസരത്തിൽ നിരക്ക് കുതിച്ചു കയറുമെന്ന വിശ്വാസത്തിലാണ്. ഇതിനിടയിൽ ടൺ കണക്കിന് വെളിച്ചെണ്ണ കേരളത്തിലേക്ക് കയറ്റിവിടുന്നുണ്ട് തമിഴ്നാട്ടിലെ കാങ്കയം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന മില്ലുകൾ. എന്നാൽ ഇതിനനുസൃതമായി കൊപ്രവിലയിൽ മുന്നേറ്റമില്ല. വെളിച്ചെണ്ണ വില ക്വിൻ്റലിന് 100 രൂപ ഉയരുമ്പോൾ മില്ലുകാർക്ക് കൊപ്രയ്ക്ക് 25 രൂപ പോലും വർദ്ധിപ്പിക്കാൻ തയ്യാറാവുന്നില്ല. വാരവസാനം എണ്ണ 16,300-ലും കൊപ്ര 10,300-ലുമാണ്. ഇന്ത്യൻ റബ്ബർ വിപണി റെക്കോർഡ് വിലയ്ക്കു ശേഷം ഇടിവ് വന്നു. ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിലയായ 25,200 രൂപയിൽ നിന്നും 23,400 രൂപയിലേക്ക് കുറഞ്ഞു. വിപണിയുടെ പ്രതീക്ഷയ്ക്കൊത്ത് ചരക്കിറക്കാൻ ഉൽപ്പാദന മേഖലയ്ക്കായില്ലെങ്കിൽ റബ്ബർ മാർക്കറ്റ് വീണ്ടും ചൂടുപിടിക്കും. ഹൈറേഞ്ചിലെ ഏലത്തോട്ടങ്ങളിൽ നിന്നുള്ള പുതിയ ചരക്ക് വരവിനെ ഉറ്റുനോക്കുകയാണ് ആഭ്യന്തര വ്യാപാരികളും കയറ്റുമതിക്കാരും. കാലാവസ്ഥാ വ്യതിയാനം മൂലം ഏലം വിളവെടുപ്പ് വൈകുന്നതിനാൽ കാർഷിക മേഖലയിലെ നീക്കിയിരിപ്പ് ചുരുങ്ങി. ഒട്ടുമിക്ക ഭാഗങ്ങളിലും വിളവെടുപ്പ് സെപ്റ്റംബർ അവസാനത്തിലേക്ക് നീളുമെന്ന അവസ്ഥയാണ്. വിദേശ കുരുമുളകിന്റെ ആധിപത്യം ഹൈറേഞ്ച് വയനാടൻ മുളക് വിലയെ ബാധിച്ചു. അതേസമയം കാർഷിക മേഖല ഓണം അടുത്തിട്ടും സ്റ്റോക്ക് ഇറക്കാൻ തയ്യാറായില്ല. കൊച്ചിയിൽ അൺഗാർബിൾഡ് 65,000 രൂപയിലും ഗാർബിൾഡ് 67,000 രൂപയിലുമാണ്. അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ത്യൻ നിരക്ക് ടണ്ണിന് $8,000. ഇനി ലോഞ്ച് പാഡ്. പുതിയ ആഴ്ചയിൽ വിപണിയിലെത്തുന്ന പുത്തൻ താരങ്ങൾ. ഇലക്ട്രിക് വാഹന നിരയിൽ 3ാമത്തെ മോഡൽ വിപണിയിലെത്തിക്കുകയാണ് MG മോട്ടോഴ്സ്. പുതിയ ECUV മോഡൽ സെപ്റ്റംബർ 11-ന് പുറത്തിറക്കും. വിദേശ രാജ്യങ്ങളിൽ പരിചിതമായ MG മോട്ടോഴ്സ് ക്ലൗഡ് ആണ് വിൻസർ എന്ന പേരിൽ ഇന്ത്യൻ വിപണി പിടിക്കാനൊരുങ്ങുന്നത്. ഇലക്ട്രിക്കൽ കോമ്പാക്ട് യൂട്ടിലിറ്റി വാഹന ശ്രേണിയിൽ എതിരാളികളില്ലാതെ എത്തുന്നുവെന്നതാണ് വിൻസറിന്റെ അവകാശവാദം. 20 ലക്ഷം രൂപയിൽ താഴെയായിരിക്കും വാഹനത്തിന്റെ വില. ഫീച്ചറുകളും ഡിസൈനുകളും വെച്ച് MGയുടെ ഇലക്ട്രിക് വാഹനങ്ങളിലെ പ്രീമിയം മോഡലായിരിക്കും ഇത്. വാഹനത്തിന്റെ മറ്റ് മെക്കാനിക്കൽ ഫീച്ചറുകൾ അവതരണ വേളയിലായിരിക്കും വെളിപ്പെടുത്തുക. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ആരാധകർ ഒട്ടും നിരാശരാകേണ്ടി വരില്ലെന്നാണ് സൂചന. ഗ്ലോബൽ മോഡിൽ 37.9 കിലോവാട്ട് മുതൽ 50.6 കിലോവാട്ട് വരെ ശേഷിയുള്ള ബാറ്ററി പാക്കാണ് നൽകുന്നത്. 360 മുതൽ 460 കിലോമീറ്റർ റേഞ്ചാണ് നിർമ്മാതാക്കൾ നൽകുന്ന ഉറപ്പ്. പുറം കാഴ്ചയിൽ സിമ്പിളായി തോന്നിക്കുന്ന ഈ വാഹനത്തിന്റെ ഇന്റീരിയർ ആഡംബര വാഹനത്തിന്റേതിന് തുല്യമാണ്. വില താരതമ്യം ചെയ്യുമ്പോൾ മഹീന്ദ്ര XUV 400, ടാറ്റ നെക്സോൺ EV എന്നീ വാഹനങ്ങളുമായിട്ടായിരിക്കും വിൻസറിന് മത്സരിക്കേണ്ടി വരിക. സ്വാതന്ത്ര്യദിനത്തിൽ വിപണിയിലെത്തിയ താർ റോക്സിന്റെ ബുക്കിംഗിന് ഒക്ടോബർ വരെ കാത്തിരിക്കണം. ബേസ് മോഡലാണെങ്കിലും ബേസിക് അല്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് റോക്സ് വിപണിയിലെത്തിയിരിക്കുന്നത്. ദസറ ഉത്സവാഘോഷങ്ങളോടെ വിപണിയിൽ സജീവമാകാനുള്ള നീക്കത്തിലാണ് മഹീന്ദ്ര. 2009 മുതൽ മഹീന്ദ്ര വിവിധ മോഡലുകൾക്ക് ഉപയോഗിക്കുന്ന എംഹോക് Gen 2 ഡീസൽ എഞ്ചിനാണ് ദാർ റോക്സിൽ. പെട്രോൾ എഞ്ചിന് 119 കിലോവാട്ട് കരുത്തും 330 Nm ടോർക്കുമുണ്ട്. ഡീസൽ എഞ്ചിന് 111.9 കിലോവാട്ട് കരുത്തും 330 Nm ടോർക്കും. നിലവിൽ വിപണിയിലുള്ള താറിനേക്കാൾ എന്തൊക്കെയാണ് 5 ഡോർ താറിൽ വ്യത്യാസമുണ്ടാവുമെന്ന ചോദ്യമാണ് ഒരേ സ്വരത്തിൽ ഉയരുന്നത്. പിന്നിൽ 2 ഡോറുകൾ കൂടി ചേരുന്നതോടെ വാഹനം കൂടുതൽ ഫാമിലി ഫ്രണ്ട്ലി ആവുമെന്നതാണ് പ്രധാന പ്രത്യേകത. കൂടുതൽ വലിയ വീൽ ബേസ് ആണ് മറ്റൊരു സവിശേഷത. സ്കോർപിയോ എന്നിലെ ലാദർ ഫ്രെയിം ചേസിനോടാണ് പുതിയ താറിന് സാമ്യത. സ്കോർപിയോ എന്നിന്റെ സസ്പെൻഷനും പുതിയ താറിലേക്ക് എത്തുന്നതോടെ റോഡിലെ പ്രകടനവും മിന്നുന്നതായിരിക്കും. ഫീച്ചറുകളുടെ കാര്യത്തിലും സുരക്ഷയുടെ കാര്യത്തിലും താർ റോക്സ് പിന്നിലല്ല. അഡാസ് ലെവൽ 2 സുരക്ഷാ ഫീച്ചറുകളാണ് ദാർ റോക്സിൽ മഹീന്ദ്ര ഒരുക്കിയിരിക്കുന്നത്. ഫീച്ചറുകളുടെ വലിപ്പവും ഡോറുകളുടെ എണ്ണവും കൂടുമെങ്കിലും ദാർ റോക്സ് 5 സീറ്റർ വാഹനം തന്നെയായിരിക്കും. 2ാം നിരയിൽ ബെഞ്ച് സീറ്റാണ് നൽകിയിരിക്കുന്നത്. നടുവിലായി ആംബ്രസ്റ്റുകളും നൽകിയിട്ടുണ്ട്. വലിപ്പം വർദ്ധിച്ചതിനൊപ്പം വാഹനത്തിന്റെ ബൂട്ട് സ്പേസിലും വർധനവുണ്ടായിട്ടുണ്ട്. മുഖം
മിനുക്കിയ ഓഡിയുടെ സ്പോർട്സ് യൂട്ടിലിറ്റി വെഹിക്കിൾ Q8 ഈ മാസം അവതരിപ്പിക്കും. ഓഗസ്റ്റ് 22 മുതൽ ബുക്കിംഗ് തുടങ്ങും. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഓഡി Q8 ആദ്യമായി അവതരിപ്പിച്ചത്. ഓഡിയുടെ SUV ശ്രേണിയിലെ മുമ്പനാണ് Q8. പുതിയ മോഡലിൽ ആകർഷകമായ നിരവധി മാറ്റങ്ങളുണ്ട്. മുൻവശത്തെ ലാമ്പുകളും ഹണികോംബ് ഗ്രില്ലുകളുമാണ് ഒരു പ്രധാന മാറ്റം. മുൻവശത്തെയും പിൻവശത്തെയും ബമ്പറുകൾക്ക് മാറ്റമുണ്ട്. പുതിയ ഡിസൈനിലുള്ള അലോയ് വീലുകളാണ് മറ്റൊരു പ്രത്യേകത. പുതുക്കിയ ഓഡി 8 വർണ്ണങ്ങളിൽ കിട്ടും. 5 ലക്ഷം രൂപ ടോക്കൺ നൽകി ഓഡി Q8 ബുക്ക് ചെയ്യാം. കിയ കാർണിവൽ ഒക്ടോബറിൽ ഇന്ത്യൻ വിപണിയിൽ തിരിച്ചെത്തും. BS6 ഫേസ് 2 അപ്ഡേറ്റ് നൽകാൻ കഴിയാത്തതിനാൽ മുൻ മോഡൽ നിർത്തുകയായിരുന്നു ഈ ദക്ഷിണ കൊറിയൻ കമ്പനി. 50 ലക്ഷം രൂപ മുതലാണ് എക്സ് ഷോറൂം വില. 2023 ഓട്ടോ എക്സ്പോയിലായിരുന്നു KA4 രൂപകൽപ്പനയിലുള്ള പുതിയ കിയ കാർണിവൽ ആദ്യമായി അവതരിപ്പിച്ചത്. പുതിയ മോഡലിന് 12.3 ഇഞ്ച് ഡബിൾ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റവും ഡിജിറ്റൽ ഡ്രൈവർ കൺസോൾ പോലുള്ള പുതിയ ഫീച്ചറുകളുമുണ്ട്. സെൻട്രൽ കൺസോളിൽ 4.2 ഇഞ്ച് TFT ഡിസ്പ്ലേ, 6 സ്റ്റാൻഡേർഡ് USB Type-C പോർട്ടുകൾ, 2 പവർ ഔട്ട്ലെറ്റുകൾ എന്നിവയുമുണ്ട്. AC ഓഡിയോ നിയന്ത്രണങ്ങളും നവീകരിച്ച സെൻട്രൽ സ്ക്രീനിന് താഴെയായിട്ടുണ്ടാകും. മുന്നിലും പിന്നിലും ഡാഷ് ക്യാമറകൾ, റോട്ടറി ഡ്രൈവ് സെലക്ടർ, ഡിജിറ്റൽ റിയർ വ്യൂ മിറർ, ഹെഡ്-അപ്പ് ഡിസ്പ്ലേ, ആംബിയന്റ് ലൈറ്റിംഗ്, അപ്ഡേറ്റ് ചെയ്ത ഡിജിറ്റൽ കീ, ഓപ്ഷണൽ 14.6 ഇഞ്ച് റിയർ എന്റർടൈൻമെന്റ് സ്ക്രീൻ എന്നിവ MPVയിൽ ഉൾപ്പെടും. ഇതിന്റെ മെച്ചപ്പെടുത്തിയ ക്യാബിൻ സൗണ്ട് ഇൻസുലേഷൻ കൂടുതൽ മികവുള്ളതെന്നാണ് റിപ്പോർട്ട്. പുതിയ കിയ കാർണിവലിൽ മുൻഭാഗത്ത് കാര്യമായ ഡിസൈൻ മാറ്റങ്ങളുണ്ട്. പുതുതായി രൂപകൽപ്പന ചെയ്ത ഗ്രിൽ, ബമ്പർ, LED ഡേ ടൈം റണ്ണിംഗ് ലൈറ്റുകൾ, ഹെഡ് ലാമ്പുകൾ എന്നിവ MPVയിലുണ്ടാകും. OnePlusന്റെ ഏറ്റവും പുതിയ ഇയർബഡ്സ് ബഡ്സ് Pro 3 ഓഗസ്റ്റ് 20 ലോഞ്ച് ചെയ്യും. ഈ വർഷം ഫീച്ചറുകളിൽ ഒട്ടനവധി മാറ്റങ്ങളുമായാണ് OnePlus Buds Pro 3 വിപണിയിൽ എത്തുന്നത്. ഇതിൽ എടുത്തു പറയേണ്ടത് കേസിലും ആകൃതിയിലുമുള്ള മാറ്റമാണ്. പെബിൾ ആകൃതിയിലുള്ള കേസിൽ ഏറ്റവും കനം കുറഞ്ഞ OnePlus Buds Pro 3 ആണ് നമ്മുടെ കൈകളിൽ എത്തുക. കനം കുറവാണെങ്കിലും ഓഡിയോ ക്വാളിറ്റിയിൽ ഒരു ഒത്തുതീർപ്പും വരുത്തിയിട്ടില്ലെന്ന് കമ്പനി വ്യക്തമാക്കി. മലയാള സിനിമയുടെ ചാകരക്കാലമാണ് ഓണം. ഓണത്തോടനുബന്ധിച്ച് ഒരു പിടി സിനിമകൾ തിയേറ്ററിലെത്തിക്കാനുള്ള ഒരുക്കത്തിലാണ് മോളിവുഡ്. മലയാളക്കര പിടിക്കാൻ അന്യഭാഷാ ചിത്രങ്ങളും അണിയറയിൽ സജ്ജമായി കഴിഞ്ഞു. മമ്മൂട്ടിയുടെ ബസൂക്കയാണ് ആരാധകർ ആവേശത്തോടെ കാത്തിരിക്കുന്ന സിനിമ. ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിലും സെപ്റ്റംബറിൽ റിലീസുണ്ടാകുമെന്നാണ് വിവരം. എന്നാൽ ഓണച്ചിത്രമായി ആദ്യം പ്രഖ്യാപിച്ച മോഹൻലാലിന്റെ ബറോസ് ഉടനുണ്ടാകില്ല. നടൻ മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ബറോസ്. 3D സാങ്കേതിക വിദ്യയിൽ അതിനൂതനമായ ടെക്നോളജികൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ചിത്രത്തിനായി ഏറെ പ്രതീക്ഷയോടെയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. ബിഗ് ബജറ്റ് ചിത്രമായ ബറോസ് സെപ്റ്റംബർ 11 റിലീസ് ചെയ്യുമെന്നാണ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ ചിത്രം തിയേറ്ററുകളിലെത്താൻ വൈകിയേക്കുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. അജയന്റെ 2ാം മോഷണമാണ് ഓണത്തിനെത്തുന്ന മറ്റൊരു ചിത്രം. ടൊവിനോ തോമസ് നായകനായി എത്തുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് ജിതിൻ ലാലാണ്. നേരത്തെ ഓണത്തിന് MRM റിലീസ് ചെയ്യുമെന്ന അഭ്യൂഹങ്ങൾ വന്നിരുന്നുവെങ്കിലും കഴിഞ്ഞ ദിവസമാണ് ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടായത്. എന്നാൽ റിലീസ് തീയതി ഇതുവരെ അറിയിച്ചിട്ടില്ല. വിജയ് നായകനായി എത്തുന്ന ഗോട്ടാണ് മറ്റൊരു വമ്പൻ സിനിമ. വെങ്കട് പ്രഭു സംവിധാനം ചെയ്യുന്ന ചിത്രം സെപ്റ്റംബർ 5 തിയേറ്ററുകളിലെത്തും. ഓണം റിലീസ് അല്ലെങ്കിലും സെപ്റ്റംബറിൽ റിലീസ് ചെയ്യുന്നതിനാൽ മലയാള സിനിമകൾക്കൊരു എതിരാളിയായിരിക്കും ഗോട്ടെന്നാണ് വിലയിരുത്തൽ. നാനി നായകനായെത്തുന്ന തെലുങ്കു സിനിമ സരിപോദ ശനിവാരം, കൂടാതെ ഭരതനാട്യം, ഫൂട്ടേജ് എന്നിവയും
ഒരു ഇടവേളയ്ക്ക് ശേഷം ഭാവന നായികയാകുന്ന ഹണ്ട്, അയാം കാതലൻ എന്നീ മലയാള ചിത്രങ്ങൾ ഓഗസ്റ്റിൽ റിലീസിന് കാത്തിരിക്കുകയാണ്. അൻപത്തിനാലാമത് GST കൗൺസിൽ യോഗം സെപ്റ്റംബർ 9 ഡൽഹിയിൽ ചേരും. നിരക്ക് പരിഷ്കരണം, പരാതി പരിഹാര നടപടികൾ, ഇൻപുട്ട് ടാക്സ് പരിഷ്കാരങ്ങൾ എന്നീ സുപ്രധാന വിഷയങ്ങൾ കൗൺസിൽ ചർച്ച ചെയ്യാനിടയുണ്ട്. ജൂണിലാണ് കൗൺസിൽ അവസാനം യോഗം ചേർന്നത്. കഴിഞ്ഞ യോഗത്തിലെ തീർപ്പ് കൽപ്പിക്കാത്ത വിഷയങ്ങൾ ചർച്ച ചെയ്യുകയാണ് ഈ യോഗത്തിന്റെ ലക്ഷ്യം. നിരക്ക് പരിഷ്കരണവും നടപടികളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൗൺസിൽ ചർച്ച ചെയ്തേക്കും. ജൂലൈ മാസത്തിലെ GST കണക്കുകൾ പ്രകാരം വരുമാനം 1.82 ലക്ഷം കോടി രൂപയാണ്. 10.3% വർധന. 2017 GST അവതരിപ്പിച്ചതിന് ശേഷമുള്ള മൂന്നാമത്തെ ഏറ്റവും ഉയർന്ന പ്രതിമാസ വരുമാനമാണിത്. റീജിയണൽ റീറ്റെയിൽ ഓപ്ഷൻസ് ട്രേഡേഴ്സ് സമ്മിറ്റായ ഭാരത് ഓപ്ഷൻസ് ട്രേഡേഴ്സ് സമ്മിറ്റ് സെപ്റ്റംബർ 1 അങ്കമാലി അറ്റ്ലറ്റ്സ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിലാണ് സമ്മിറ്റ് വേദിയാകുന്നത്. രാവിലെ 9 മുതൽ വൈകിട്ട് 7:30 വരെയാണ് സബ്മിറ്റ് നടക്കുക. സെബി അംഗീകാരമുള്ള റിസർച്ച് അനലിസ്റ്റും ലിവ് ലോങ് വെൽത്ത് സ്ഥാപകനും സിഇഒയുമായ ഹരിപ്രസാദ് കെ, ഷിജുമോൻ ആന്റണി, ഷാരിഖ് ഷംസുദ്ദീൻ, സാകേത് രാമകൃഷ്ണ, IT ജഗൻ, ജോയ് ആലുക്കാസ് മാനേജിംഗ് ഡയറക്ടർ വർഗീസ് ആലുക്കാസ്, സൈലം ലേണിംഗ് സ്ഥാപകൻ അനന്തു എസ് തുടങ്ങിയവർ സബ്മിറ്റിൽ അതിഥികളായെത്തും. 1800 രൂപയാണ് ടിക്കറ്റ് ചാർജ്. 1000-ലധികം പങ്കാളികൾ പങ്കെടുക്കുന്ന സബ്മിറ്റിൽ 4 സ്ട്രാറ്റജി സ്പീക്കർമാർ, 4 സൂപ്പർ സ്പീക്കർമാർ, 12 പാനലിസ്റ്റുകൾ, 30-ലധികം മെന്റേഴ്സ് ഓഫ് ഓണർ എന്നിവരുമുണ്ടാകും. ഇതോടെ ബിസിനസ് നെക്സ്റ്റ് അവസാനിക്കുന്നു. അടുത്ത ആഴ്ച കാണാം. ബൈ.